പിന്നത്തെ വീഡിയോ തുടങ്ങാട്ടോ. അപ്പോൾ നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ കണ്ടില്ലേ ഒരു മലകളൊക്കെ. അപ്പോൾ എങ്ങനെ ടോൾ ഒഴിവാക്കി പോകാന്നുള്ള വീഡിയോസാണ് പന്നിയേക്കര. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ പിന്നെ ഒരു ലാൻഡ് മാർക്ക് പറഞ്ഞ കുരിശുപള്ളിയാണ്. നമുക്ക് കാണണ്ടാവും ലെഫ്റ്റ് സൈഡിൽ ആ മലയുടെ മേലെ ഒരു കുരിശുപള്ളി. അവിടെ നിന്ന് ലെഫ്റ്റ് തിരിയാട്ടോ. വാനമ്പാറയാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അതേപോലെ തൃശ്ശൂരിൻ്റെ ബോർഡാണ്. അപ്പോൾ ഈ ഇതൊക്കെ സ്ഥലങ്ങളൊക്കെ നോക്കിക്കോ. ഇവിടെ നിന്ന് ലെഫ്റ്റ് തിരിയുക. അപ്പോൾ ഈ വാനാമ്പാറ സെൻറ്ററാണ് കേട്ടോ. ഞാൻ അത് സംശയം ഉണ്ടെങ്കിലൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുക. ഇവിടെ നിന്നാണ് ലെഫ്റ്റ് തിരിഞ്ഞ് അതിമനോഹരമായ റോഡാണ് കേട്ടോ. വലിയ വണ്ടിക്കൊക്കെ പോകാൻ പറ്റിയ റോഡാണ്. അപ്പോൾ ഏകദേശം ഒരു 10 കിലോമീറ്റർ ഓടണം. പക്ഷേ 10 കിലോമീറ്റർ ഓടണം പറഞ്ഞ കാര്യമില്ല. അത് ഒരുപാട് അപ്പുറത്തൊന്ന് കയറുന്നതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടമായിട്ട് വരികയാണെങ്കിൽ ഒരു 3-3.5 കിലോമീറ്റർ മാത്രമേ കൂടുതൽ വരുള്ളൂ. അതുപോലെ നല്ല കാഴ്ച കണ്ടിട്ട് പോവുകയും ചെയ്യാം കേട്ടോ. നല്ല ഭംഗിയുള്ള റൂട്ട് കൂടിയാണിത്. പിന്നെ ഒരു കാര്യം എടുത്ത് പറയണു, വേണ്ടവർക്ക് പോയാൽ മതി കേട്ടോ. കാശ് കൊടുത്ത് പോകേണ്ടവർക്ക് പോവാട്ടോ. ഞാൻ പറഞ്ഞതിന് മാത്രം. പിന്നെ കുറച്ചൊരു ബുദ്ധിമുട്ട് ഇതിലൊരു വളവുണ്ട്. പക്ഷേ അതിനുള്ള ഭംഗിയുണ്ട് കേട്ടോ. നല്ല ഭംഗി പറഞ്ഞാൽ ഭയങ്കര ഭംഗി തന്നെയാണ്. കൂടുതൽ ഭാഗം റബ്ബർ തോട്ടമൊക്കെയാണ്. അപ്പോൾ വീഡിയോ അങ്ങ് കണ്ടു നോക്കി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഭാഗങ്ങളൊക്കെ വീഡിയോസ് എടുക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വെറും തിരിയുന്ന ഭാഗം മാത്രം വീഡിയോ എടുത്താൽ മതി. പക്ഷേ ഇത് കാണാൻ താല്പര്യം ഉള്ളവർക്ക് കണ്ടോട്ടച്ചിട്ടാണ്. എല്ലാ വണ്ടിക്കും പോവാട്ടോ. സാധാരണയായിട്ട് ചെറിയ വണ്ടിക്കൊക്കെ പോകാൻ പറ്റും. പക്ഷേ ഇതങ്ങനെയല്ല, എല്ലാ വണ്ടിക്കും പോകാൻ പറ്റിയ റൂട്ടാണ്. വളവുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതൊന്നും ശ്രദ്ധിക്കണം കേട്ടോ. വളവുണ്ട്. പക്ഷേ റോഡൊക്കെ അടിപൊളി റോഡാണ്. കണ്ടില്ല, ഒരു കുഴിയോ ഒന്നുമില്ല. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞ എവിടെ തിരിയേണ്ടതെന്ന് ആ സ്ഥലത്ത് മാത്രമേ ഞാൻ വോയിസ് കൊടുക്കുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ കണ്ടു നോക്ക്. നല്ല അടിപൊളി റൂട്ട് തന്നെ, അടിപൊളി റൂട്ടാണ്. ഇപ്പം അതുപോലെ തന്നെ ഇനി പാലക്കാട് അവസാനം വാളയാറിൻ്റെ ഒരു വീഡിയോസ് ഇട്ട കേട്ടോ. വാളയാർ ടോൾ വരുന്നുണ്ട്. അതും എങ്ങനെ ഒഴിവാക്കി പോകാമെന്നുള്ളൊരു വീഡിയോസ് കൂടി ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ കോയമ്പത്തൂർ എത്തുന്ന വരെയുള്ളൊരു വീഡിയോസാണ് കേട്ടോ. ഇന്നല്ല, അത് പിറ്റേ ദിവസം വരും. ഇന്നത്തെ ആകുമ്പോൾ വലിയ ലെങ്ത് ആകും. അപ്പോൾ ആൾക്കാർക്ക് കാണാൻ ബുദ്ധിമുട്ട് വരണ്ടല്ലോ വെച്ചിട്ടാണ് അത് സ്റ്റെപ്പായിട്ട് ചെയ്യണത് കേട്ടോ.
കണ്ണാമ്പറാണ് കേട്ടോ ഈ സെൻറ്റർ. അപ്പം ഇനി ഇവിടെ നിന്നാണ് ഇനി അടുത്ത തിരയേണ്ട സ്ഥലം വരുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ബിൽഡിങ്ങുകളും ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ നോക്കി വെച്ചോ കേട്ടോ. ഇതാ നേരെ ചെല്ലുമ്പോൾ ഒരു ബസ് സ്റ്റോപ്പ് കാണാം. അപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ നോക്കി വെച്ചാൽ മാറില്ല. അപ്പം നമ്മൾ ലെഫ്റ്റിലേക്കല്ല പോകേണ്ടത്, റൈറ്റ് തിരിയുക കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചോ, റൈറ്റാണ് തിരിയേണ്ടത്. കണ്ടില്ല. എന്നിട്ട് വീണ്ടും നേരെ മുന്നോട്ട് തന്നെ പോകട്ടോ. നല്ല റൂട്ട് തന്നെയാണ്, ഈ ഭാഗത്തൊക്കെ അടിപൊളി റൂട്ട് തന്നെയാണ് കേട്ടോ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സ്ഥലമാട്ടത്, ഇത് നേരെ നിങ്ങൾ പോകരുത്, റൈറ്റ് തിരിയുക. ആ ബൈക്കൊക്കെ പോകണ പോലെ റൈറ്റ് സൈഡിൽ കൂടെ പോവുക കേട്ടോ. വേറെ ഒന്നും ചെയ്യണ്ട. എന്നിട്ട് നേരെ പോയാൽ മതി. കണ്ടില്ലേ, ഇതേപോലെ തിരിഞ്ഞ് നേരെ പോവുക കേട്ടോ. കണ്ടില്ലേ, ഇവിടെ എത്തിയിട്ട് നമ്മൾ വടക്കഞ്ചേരി എത്തി. നിങ്ങൾ വന്ന വഴി കണ്ടില്ലേ, ഇവിടെ വെട്ടും കുഴിയൊന്നും ഇല്ല, അടിപൊളി റൂട്ടാട്ടോ. അപ്പം ഇനി നമുക്ക് പാലക്കാട് കോയമ്പത്തൂരൊക്കെ പോകേണ്ടവർക്ക് ലെഫ്റ്റ് തിരിയാം. നെന്മാറ ആ വഴിക്കൊക്കെ പോകേണ്ടവർക്ക് ബ്രിഡ്ജിൻ്റെ അടിയിൽക്കണം പോകാട്ടോ. അപ്പോൾ വടക്കാഞ്ചേരി ഭാഗമാണ്. അപ്പോൾ നമ്മൾ ഈ റോഡ് വരുന്നത് നാഷണൽ ഹൈവേയുടെ 30 കിലോമീറ്റർ ദൂരത്തിലാണ് 6 വരി വരുന്നത്. ഇവിടെ വെച്ചിട്ടാണ് അവസാനിക്കുന്നത് കേട്ടോ. ഇനി ഇവിടെ 4 വരിയാണ്. 4 വരി പറഞ്ഞാൽ വെള്ളയിൽ വെച്ച് ഏറ്റവും അടിപൊളി 4 വരി പാതയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ അടുത്തതിൽ. അപ്പോൾ കുറച്ച് ഭാഗം കണ്ടു നോക്കി നോക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ലൈക്ക് അടിക്കുക, കമൻറ്റ് അടിക്കുക.